Jesus, the reason for the season. കർത്താവിൻ്റെ ദാസൻ സുനു ടി ഡാനിയൽ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ലഭിച്ച ഈ അസുലഭ സന്ദർഭത്തിനായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളൊന്നും അത് മാറാത്തതായി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ സുനു അവിടെ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും ദൈവം അനുഗ്രഹവും ആശിഷും പകരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ നാളുകൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇങ്ങനെയും ഒരു അവസരം ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകി തന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചില്ലെന്നുമാണ്. ദൈവവചനത്തിൻ്റെ ശക്തി മറ്റാരും പറയുന്നത് ആർക്കും അത് അളക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്താൽ ഇൻസ്പയറായിട്ട് ദൈവത്താൽ തൻ്റെ ദാസന്മാർ മുഖാന്തരം എഴുതപ്പെട്ട വചനം അത് നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നു. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ അനുഗ്രഹത്തിന് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, ആ അതിരറ്റ സ്നേഹം നമ്മിലേക്ക് പകർന്നതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസത്തിൽ നിങ്ങളോട് അല്പസമയം യേശുക്രിസ്തുവിൻ്റെ മഹനീയതയെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ജനനം അല്ലെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ വന്ന നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ഇടയായിത്തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1-ാം അധ്യായം 23 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. യോസേഫിന് ദൂതൻ പ്രത്യക്ഷനായി അരുളി ചെയ്ത വചനമാണിത്. അപ്പോൾ ദൈവം മുന്നറിഞ്ഞ്, ദൈവം മുന്നമേ അത് പ്ലാൻ ചെയ്തിട്ട് ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് ലോകത്തെ വിടുവിക്കുവാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള യാഥാർത്ഥ്യം യോസേഫിനോട് വിവരം അറിയിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കുമ്പോൾ അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ്, ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ മുന്നമേ ഉള്ള പ്ലാന്, പദ്ധതി, ദൈവത്തിൻ്റെ ആ ഘടികാരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ വിഷയങ്ങളെ സംഭവിക്കുമ്പോൾ യോഹന്നാൻ താനിത് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്: ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നാം മനസ്സിലാക്കണം, വലിയവനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം, സകലത്തിനും കാരണഭൂതനായ ദൈവം മനുഷ്യൻ്റെ വിടുതലിനു വേണ്ടി ലോകത്തിലേക്ക് തൻ്റെ സ്വന്തം പുത്രനെ അയച്ചത് അത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആർക്കും വെറുതെ ഇരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നത്: ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദിയായിരുന്നവൻ, സൃഷ്ടിക്ക് കാരണഭൂതനായവൻ, ദൈവത്തോട് കൂടെ ആയിരുന്നവൻ, ആദിയും അന്തവും ആ ഒടുക്കത്തവനും, ഒന്നാമനും ഒടുക്കത്തവനും ആയവൻ
ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്ര അത്ഭുതകരമായ ഒരു വിഷയമാണ്. നാം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 37-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യഹൂദന്മാരുടെ രാജാവ് യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. അപ്പോൾ തന്നെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയവർ അവനെ കുറിച്ച് പറയുന്നത് in inverted comma, they are saying that he is the king of the Jews, യഹൂദന്മാരുടെ രാജാവ്. എന്നാൽ അവൻ യഹൂദന്മാരുടെ രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് നമ്മുടെ യേശു. അപ്പോൾ നമ്മുടെ യേശു ആരാണ്? അവൻ ഇമ്മാനുവേൽ, നമുക്ക് വേണ്ടി വിടുതൽ തന്നവൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, അൽഫയും ഒമേഗയും, അവൻ രാജാധി രാജാവ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവെന്ന് യഹൂദന്മാർ മുദ്ര കുത്തിയവൻ. അതുമാത്രമല്ല, യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, എന്താണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നോക്കുക, അവൻ ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഹല്ലേലൂയ ഹല്ലേലൂയ, സമാധാന പ്രഭു. നമ്മുടെ കർത്താവെന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു വ്യക്തിത്വമല്ല, പിന്നെയോ ദൈവമായവൻ, ദൈവപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്ന് എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ കടന്നു വന്നു എന്നുള്ളത് ഒരു എത്ര യാഥാർത്ഥ്യമാണ്. ഈ സമയം, ഈ ഡിസംബർ മാസം ലോകമെമ്പാടും ജനങ്ങൾ ക്രിസ്മസ് ആചരിക്കുന്നു. പലപ്പോഴും ഒരു മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് റെക്കഗ്നൈസ് വാട്ട് ദേ ആർ ഡൂയിങ്. അവർക്കറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്. എൻ്റെ തൊട്ട് മുമ്പിൽ താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് കാര്യമായ അറിവുകളൊന്നുമില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് ക്രിസ്ത്യൻസ് ആണെന്നാണ്. പക്ഷെങ്കിൽ ആഴ്ചയുടെ 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെയും അവരവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സമയം മാറ്റിവെക്കാറില്ല. ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെങ്കിൽ അവർക്ക് യേശു. എന്നാൽ ക്രിസ്മസിൻ്റെ സീസൺ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇടുന്നു, ഘോഷിക്കുന്നു. പക്ഷെങ്കിൽ ക്രിസ്തീയ യഥാർത്ഥ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഞാൻ ഈ ദേശത്തായിരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് കാണുവാൻ കഴിയുന്നത് ആയിരങ്ങൾ, പതിനായിരങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അവരുടെ ആഘോഷമെന്ന് പറയുന്നത് സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ തിന്ന് പുളയ്ക്കുക, അല്ലെങ്കിൽ കുടിച്ചു മതിക്കുക, ഇതൊക്കെയാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു നമ്മിൽ ഉരുവാകുന്ന അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വന്നു കഴിയുമ്പോൾ നാം എത്ര സന്തുഷ്ടരാണ്. നമുക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല, ഡ്രഗിൻ്റെ ആവശ്യമില്ല, കള്ളിൻ്റെ ആവശ്യമില്ല, ആൽക്കഹോളിൻ്റെ ആവശ്യമില്ല, മറ്റ് യാതൊരു വിഷയത്തിലും. കാരണം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്, യേശു തരുന്ന സമാധാനം എന്ന് പറയുന്നത് മറ്റാർക്കും തരുവാൻ കഴിയാത്ത ദിവ്യമായ സമാധാനം, സ്വർഗീയ സന്തോഷം, സ്വർഗീയ സമാധാനം. അത് ലഭിച്ചിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കർത്താവ് ആരാണ്? ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാൻ 6:35 ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. നോക്കുക, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. കാരണം അവൻ്റെ കയ്യിൽ ജീവന്റെ ജലനദി ഉണ്ട്. അതിൽ നിന്ന് വാങ്ങിക്കുടിക്കുമ്പോൾ, അതിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം ജീവിതത്തിലായി തീരുമ്പോൾ നമ്മിൽ വരുന്ന സന്തോഷം മറ്റാർക്കും പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നീ എന്നാ ഇത്ര വലിയ സന്തുഷ്ടമാണ്? ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഒരേ ഒരു മകൾ ഉണ്ടായിരുന്നത് ദൈവസ്ഥാനിൽ ചേർക്കപ്പെട്ട് 3 വർഷം മുമ്പ്. എൻ്റെ വൈഫ് കഴിഞ്ഞൊരു വർഷം ഒത്തിരി കഷ്ടത്തിൽ കൂടി കടന്നുപോയി. 3 പ്രാവശ്യം മരണത്തെ നേരിട്ടു. പക്ഷേ അതിൻ്റെ എല്ലാ മധ്യത്തിലും
എനിക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ദുഃഖത്തിൽ മേൽ ദുഃഖം വരുന്ന വിഷയമാണെങ്കിൽ തന്നെയും നമ്മെ പ്രാപ്തരാക്കുന്ന, ശക്തരാക്കുന്ന, നമ്മിലേക്ക് പകർന്നു തരുന്ന ദൈവത്തിൻ്റെ ഒരു ദിവ്യ സമാധാനമുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം. അപ്പോൾ ഈ ബ്രെഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ അപ്പം എന്നിലും നിന്നിലും കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നിനെയും നോക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, യെശയ്യാപ്രവചനം 59 20 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. എന്നാൽ സിയോനെ, യാക്കോബിനെ അതിക്രമം വിട്ടുപിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നസ്രയനായ യേശു ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മെ പാപത്തിന്റെ അധീനതയിൽ നിന്ന് വിടുവിച്ച് വീണ്ടെടുത്ത് നമ്മെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ we are living in the kingdom of God. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ദൈവകൃപയുണ്ട്, പ്രത്യാശയുണ്ട്. ഇതില്ലാത്ത മനുഷ്യൻ മറ്റെല്ലാ വിധത്തിലും പരാധീനതയിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ഓർക്കണം, നാം ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ഇതുവരെ കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ചെറുപ്പക്കാരാ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്താൽ നിന്റെ ഹൃദയത്തിൽ ആരും പറഞ്ഞു തരുവാൻ, ആർക്കും തരുവാൻ കഴിയാത്ത ദിവ്യ സമാധാനം കൊണ്ട് അവൻ നിറയ്ക്കും. ഞാൻ പെട്ടെന്ന് പോകട്ടെ. 1 പത്രോസ് 2 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. അപ്പോൾ യേശുക്രിസ്തു ജീവനുള്ള കല്ല്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാകാൻ കഴിപ്പാൻ തക്ക പുരോഹിതവർഗമായി പണിയപ്പെടുകയാണ്. അപ്പോൾ നാം അവനോട് ചേർന്ന് പണിയപ്പെടുന്നു. നോക്കുക, ഞാൻ ഒന്ന് റിവ്യൂ ചെയ്യട്ടെ. നമ്മൾ ആരാണ്? നാം ദൈവസന്നിധിയിൽ നാം ആ ഇമ്മാനുവേലിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരാണ്. ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അൽഫയും ഒമേഗയുമായതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, യഹൂദന്മാരുടെ രാജാവെന്ന് യഹൂദന്മാർ മുദ്ര കുത്തിയ രാജാതി രാജാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ആ വണ്ടർഫുൾ കൗൺസിലർ സമാധാന പ്രഭുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ആ ജീവന്റെ അപ്പമായവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, നോക്കുക, ആ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നാം അവനോട് ചേർന്ന് പണിയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, ഈ ക്രിസ്മസ് സീസണിൽ നിന്റെ ജീവിതത്തിൽ യേശു ഈ വിധം ആയിട്ടില്ല എങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുമോ? യേശുവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു പറയുമെങ്കിൽ നിങ്ങൾ ഏറ്റവും സംതൃപ്തരായിത്തീരും. ഞാൻ മുൻപോട്ട് പോകട്ടെ. നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഈ യേശു നമുക്കാരാണ്? യഹോവയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുമ്പോൾ യഹോവ എൻ്റെ കൊടിയാണ്, യഹോവ നിസ്സി. ഞാൻ അതിനെ ഒന്നും വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല, സമയം വളരെ ചുരുക്കമാണല്ലോ. അപ്പോൾ യഹോവ എൻ്റെ കൊടിയാണ്. പുറപ്പാട് പുസ്തകം 17 അതിൻ്റെ 15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി എന്ന്, യഹോവ എൻ്റെ കൊടി എന്ന പേരിട്ടു. അപ്പോൾ യഹോവ നിസ്സിയായവൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത് നാം നോക്കുമ്പോൾ യഹോവ ജൈറേ, യഹോവ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടതയോ ദുഃഖമോ നെടുവീർപ്പോ കടന്നു വരുമ്പോൾ ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിൽ ആശ്രയിക്കൂ, യേശുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കൂ. യേശു നിനക്ക് വേണ്ടി സ്വർഗീയമായതിനെ നൽകിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ യഹോവ നിന്റെ കൊടിയായിരിക്കട്ടെ. യഹോവ നിനക്ക് വേണ്ടി കരുതുന്നവൻ എന്നുള്ളത് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഇടയായിത്തീരട്ടെ. അനേക വാക്യങ്ങൾ പറയുവാനുണ്ട്.
ഞാൻ പറയുന്നില്ല. സങ്കീർത്തന പുസ്തകം 23 അധ്യായം 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പോൾ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യഹോവയെ സേവിച്ചാൽ, കർത്താവിനെ അനുഗമിച്ചാൽ, കർത്താവിൻ്റെ പാത പിൻപറ്റിയാൽ, ദൈവവചനത്തിന് അനുസരണമായിട്ട് ജീവിതയാത്ര നയിച്ചാൽ, യേശു നമ്മിൽ വരുത്തുന്ന വ്യതിയാനത്തിന് യാതൊരു സംശയവുമില്ല. ഞാനൊരു ചെറുബാലനായിരുന്നപ്പോൾ, ഏതാണ്ട് 16 വയസ്സായിരുന്നപ്പോൾ, ഏറ്റവും അനുസരണക്കെട്ടവനായി ജീവിച്ചപ്പോൾ യേശു എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നു. 1969 ഏപ്രിൽ മാസം 13 യേശു എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നു. 50-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ എനിക്കൊന്ന് പറയുവാൻ കഴിയും, യേശു എൻ്റെ ഇടയനാണ്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്ത്, യഹോവ ജൈറ, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് സഹായിക്കുന്നവൻ. നാം വീണ്ടും നോക്കുമ്പോൾ മൂന്നാമതായിട്ട് യഹോവ റാഫ, അതായത് യേശു ആരാണ്? നമുക്ക് പുറപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 26 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ, അനുസരിച്ചാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്നരുളി ചെയ്യുന്നു. അപ്പോൾ യഹോവ റാഫ, നമ്മെ സൗഖ്യമാക്കുന്ന യഹോവ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ ദിവസം കഷ്ടത്തിൽ കൂടെ, രോഗത്തിൽ കൂടെ, ദുഃഖത്തിൽ കൂടെ, നെടുവീർപ്പിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് നമ്മുടെ ദൈവം. ഞാൻ എൻ്റെ അനുഭവം അല്പം സൂചിപ്പിച്ചല്ലോ. കഴിഞ്ഞ 1 വർഷത്തിലധികമായിട്ട് എൻ്റെ വൈഫ് വെന്റിലേറ്ററിലായിരുന്നു. ബ്രെയിനിൽ ഡാമേജ് ഉണ്ടായി. 24 hours ഓക്സിജനിൽ കൂടി ആയിരുന്നു. ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, സൗഖ്യമാക്കുന്ന യഹോവ ഇറങ്ങി വന്ന് അവളെ സൗഖ്യമാക്കി. ഇന്ന് ഓക്സിജന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഓർമ്മക്കുറവ്, ഓർമ്മയില്ലായിരുന്നു, ഓർമ്മയെ തിരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്വാസം എടുക്കുവാൻ പ്രയാസമായിരുന്നു, ഇന്ന് ശ്വസിക്കുന്നതിന് പ്രയാസമില്ല. ഒരു വാക്ക് പറയുവാൻ പ്രയാസമായിരുന്നു, ഇന്ന് നല്ലപോലെ വർത്തമാനം പറയുവാൻ കഴിയുന്നു. ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, യഹോവ റാഫ, യഹോവ നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. ഞാൻ ഇനി പെട്ടെന്ന് പോകട്ടെ. 4-മതായിട്ട് നാം നോക്കുമ്പോൾ, യഹോവ നമ്മുടെ സമാധാനമാണ്. ഗോഡ് ഈസ് അവർ പീസ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 24 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഗിദെയോൻ അതിന് പേരിട്ടു യഹോവ ശാലോം. യെശയ്യാപ്രവചനം 9:6 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാന പ്രഭു. യോഹന്നാൻ 14:27 വായിക്കുമ്പോൾ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ദൈവം നമുക്ക് തരുന്നത്. എന്നിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 5-മതായി യഹോവ റാ, യഹോവ നമ്മുടെ വഴിയാണ്, അവൻ നമ്മുടെ ഷെപ്പേർഡാണ്. നാം 23 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുമ്പോൾ, യേശു ആരാണ്? അവൻ എൻ്റെ ഇടയനാണ്, അവൻ എന്നെ വഴികാട്ടിയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നാം ഈ ലോകത്തിൽ ആരുടെയെങ്കിലും പിൻപേ പോയാൽ അവരൊക്കെ നമ്മളെ പിന്തിരിഞ്ഞു കളയും, നമ്മളെ ത്യജിച്ച് കളയും. എന്നാൽ ത്യജിച്ച് കളയാത്ത, നമ്മെ കൈവിടാത്ത, നമുക്ക് വേണ്ടി കരം തന്ന് നടത്തുന്ന ഒരു അരുമനാഥൻ നമുക്കുണ്ട്. ആ യേശുവിൽ വിശ്വസിച്ചാൽ നീ ഒരിക്കലും ലജ്ജിക്കുവാനിടയായി തീരത്തില്ല. 6-മതായിട്ട് നാം നോക്കുമ്പോൾ, യഹോവ സിഡ്കെനു, അതായത് യേശു തിരുനാമ നിമിത്തം അവൻ എന്നെ ജീവപാതകൾ നടത്തുന്നു. നിന്റെ നീതി കൊണ്ട്, നിന്റെ നീതിയുള്ള വലങ്കരം പിടിച്ച് നീ എന്നെ നടത്തുന്നു. ഒത്തിരി വാക്യങ്ങൾ അതിനോട് ചേർന്ന് പറയാനുണ്ട്. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 9, റോമർ 10:4, 1 കൊരിന്ത്യർ 1:30, ഇതെല്ലാം പറയുവാനുണ്ട്. ഞാൻ സമയമില്ല, അതുകൊണ്ട് നിർത്തുകയാണ്. 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാനുള്ളത്, നമ്മുടെ യഹോവ അവൻ സിഡ്കെനുമാണ്. അവസാനമായി യഹോവ ഷമ്മ, ഗോഡ് ഈസ് ദേർ, നമ്മോട് കൂടെയുള്ളവൻ. പ്രൈസ് ദ ലോർഡ്. നാം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു അരുമനാഥനായ യേശു ക്രിസ്തു. അപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം വിശ്വസിക്കുന്ന യേശു, നാം സ്നേഹിക്കുന്ന യേശു, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശു നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമാണ്.
ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസ് പറയുന്ന പോലെ നമുക്ക് പറയാം, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർ എന്നെ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ എന്തു തന്നെ ആയിരുന്നാലും യേശുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ സുദിനത്തിൽ നമുക്ക് യേശുവിൻ്റെ അടുത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ആ സമാധാന പ്രഭുവായവൻ്റെ അടുക്കിലേക്ക്, ആ വഴികാട്ടിയായവനിലേക്ക്, നമ്മുടെ കൂടെ നടക്കുന്നവൻ്റെ അടുത്ത്, നമ്മുടെ നീതിയായവനിലേക്ക്, നമ്മുടെ സമാധാനം, നമ്മുടെ കൊടിയായവനിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആ യേശു നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും കഷ്ടത്തിലോ ദുഃഖത്തിലോ നെടുവീർപ്പിലോ കടന്നു പോകുന്നുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക. യേശു മാത്രമാണ് രക്ഷകൻ. യേശു മാത്രമാണ് വിടുതൽ തരുവാൻ ശക്തനായവൻ. യേശു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. മറ്റ് സകലരും മൺമറഞ്ഞ് പോയിരിക്കുമ്പോൾ എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹി ഈസ് അലൈവ്. He is alive. എല്ലാ ദിവസവും യേശു നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകട്ടെ. എല്ലാ ദിവസവും യേശു നമ്മുടെ ജീവിതത്തിൽ വസിക്കട്ടെ. എല്ലാ ദിവസവും ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലായി തീരട്ടെ. ഒരു ദിവസമല്ല, വർഷത്തിലൊരിക്കൽ. അല്ലയോ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, എല്ലാ സന്ദർഭങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ സ്റ്റെപ്സിലും യേശു തന്നെ മുന്നിൽ നമ്മുടെ വഴികാട്ടിയായി കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.